എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 60ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ രസകരമായിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു പോവുകയാണ്. ശതാനന്ദൻ വിശ്വാമിത്രനെ പറ്റി പറയണ കഥകളാണ്. ശ്രീരാമൻ ഒരു കേൾവിക്കാരനായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാമിത്രൻ എങ്ങനെയാണ് ബ്രഹ്മർഷിയായി തീർന്നത്, വസിഷ്ഠനോടുള്ളതായ ആ ഒരു തമ്മിലുള്ളതായ ഒരു സമരബുദ്ധി, ആ തമ്മിലുള്ളതായ വാക്കേറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു തമ്മിത്തല്ലൂടലിൽ നിന്നാണ് വിശ്വാമിത്രന് ബ്രഹ്മർഷിയായിട്ട് ഉയർച്ച കിട്ടിയത് എന്ന് പറയാനാണ് വരണത്. ഇനി എന്തൊക്കെയാണ് 60ാമത്തെ സർഗത്തിൽ പറയാൻ പോണത് നോക്കാം. ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തപോബലഹതാൻ ജ്ഞാത്വാ വാസിഷ്ഠാൻ സമഹോദയാൻ ഋഷിമധ്യേ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത. അങ്ങനെ ഋഷിമധ്യത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ, മറ്റു ഋഷിമാര് കുറെ പേരുണ്ട്. ഈ വസിഷ്ഠന്റെ പുത്രന്മാരും മഹോദയനും മാത്രമാണല്ലോ എതിർത്തത്. ബാക്കി എല്ലാവരും വിശ്വാമിത്രനെ അനുകൂലിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോ ഋഷിമധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവരെ എല്ലാവരെയും ശപിച്ചു. അതാണ് ഋഷിമധ്യേ മഹാതേജാഹ വിശ്വാമിത്ര അഭ്യഭാഷത. അതിനുശേഷം ഋഷിമധ്യത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറയാണ്. തപോബലഹതാൻ വാസിഷ്ഠാൻ സമഹോദയാൻ ജ്ഞാത്വാ. സമഹോദയാൻ വാസിഷ്ഠാൻ, തൻ്റെ തപോബലങ്ങളെ കൊണ്ട് ഹതരാക്കപ്പെട്ട, അതായത് ശപിച്ച് അവരുടെ കഴിവുകളൊക്കെ ഇല്ലാതാക്കി, അതാണ് ഹതരായി എന്നുള്ള അർത്ഥം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തൻ്റെ ശാപം കൊണ്ട് എല്ലാ കഴിവുകളും നശിച്ചു പോയവരായ നിഹതരായ മഹോദയനടക്കമുള്ളതായ വസിഷ്ഠപുത്രന്മാരെ കണ്ടിട്ട് ഋഷിമധ്യത്തിലിരുന്നു കൊണ്ട് വിശ്വാമിത്രൻ, മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 2ാമത്തെ ശ്ലോകം നോക്കാം. അയമിക്ഷ്വാകുദായാദസ്ത്രിശങ്കുരിതി വിശ്രുത ധർമ്മിഷ്ഠശ്ച വദാന്യശ്ച മാം ചൈവ ശരണം ഗത. ഈ വന്നിരിക്കുന്ന ഋഷിമാർക്കൊന്നും എല്ലാവർക്കും ത്രിശങ്കുവിനെ അറിയില്ലല്ലോ. അപ്പോൾ ത്രിശങ്കുവിനെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്തുകയാണ്. അയം, ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ഇക്ഷ്വാകു ദായാദഹ, ഇക്ഷ്വാകുവിന്റെ ദായാദൻ എന്ന് പറഞ്ഞാൽ വംശത്തിൽ പിറന്നവൻ. ദായം എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നാണ് അർത്ഥം. ദായാദഹ എന്ന് പറഞ്ഞാൽ സ്വത്തിന് അവകാശിയായിട്ടുള്ളവൻ. ദായം ആർക്കാണോ കൊടുക്കുന്നത് ആ ആള് ദായാദൻ. അപ്പോൾ ആ വംശപരമ്പരയിൽ പെട്ടവൻ എന്നർത്ഥം. ഇക്ഷ്വാകു വംശപരമ്പരയിൽ പെട്ടവനായിട്ടുള്ള ത്രിശങ്കു എന്നു പേരുള്ള മഹാരാജാവാണ്, വിശ്രുതനായിട്ടുള്ള രാജാവാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം ധർമ്മിഷ്ഠനാണ്, വളരെ ദീനദയാലുവാണ്. അങ്ങനെയുള്ളൊരു രാജാവ്, അദ്ദേഹത്തിന് എന്നെ ശരണം പ്രാപിക്കേണ്ടതായിട്ട് വന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചില കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരേണ്ടതായിട്ട് വന്നു. അതാണ് മാം ശരണം ഗതഹാച, മാം ഏവ, എന്നെ തന്നെ വന്ന് ശരണം പ്രാപിക്കേണ്ടതായിട്ട് വന്നു ഈ ത്രിശങ്കു എന്നു പേരുള്ള മഹാരാജാവിന്. അതെന്തായിരുന്നു ആവശ്യം? അതാണ് 3ാമത്തെ ശ്ലോകത്തില്. സ്വേന അനേന ശരീരേണ ദേവലോക ജിഗീഷയാ യഥായം സ്വശരീരേണ ദേവലോകം ഗമിഷ്യതി. ആ രാജാവിന് ഒരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? സ്വേന അനേന ശരീരേണ, തൻ്റെതായിട്ടുള്ള ഈ ശരീരത്തോട് കൂടിയിട്ട് ദേവലോക ജിഗീഷയാ, ദേവലോകത്ത് പോണം എന്നുള്ള ആഗ്രഹം കൂടിയായിട്ടായിരുന്നു അവരെ എന്നെ വന്ന് ശരണം പ്രാപിച്ചത്. അതുകൊണ്ട് യഥാ അയം, അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സ്വന്തം ശരീരത്തോടു കൂടിയിട്ട് സ്വശരീരേണ ദേവലോകം ഗമിഷ്യതി. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത്. ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു, ഇപ്പോഴുള്ളതായ ഈ ശരീരത്തോടു കൂടിയിട്ട് അങ്ങയ്ക്ക് ദേവലോകത്ത് പോകാൻ സാധിക്കും. ദേവലോകം ഗമിഷ്യതി. അപ്പോൾ ജിഗീഷയാണ് ഉണ്ടായിരുന്നത്, പോകണമെന്ന് മോഹമാണ് ഉണ്ടായിരുന്നത്. ആ മോഹത്തെ സാക്ഷാത്കരിക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. അതുകൊണ്ട് പറയാണ്, ഈ രാജാവ് ത്രിശങ്കു തൻ്റെ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് എന്തായാലും പോകും എന്ന്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഋഷിമാരോട് പറയാണ്. 4ാമത്തെ ശ്ലോകം. തഥാ പ്രവർത്യതാം യജ്ഞോ ഭവദ്ഭിശ്ച മയാ സഹ വിശ്വാമിത്രവച ശ്രുത്വാ സർവയേവ മഹർഷയ ഊചുസ്സമേതാ സഹസാ ധർമ്മജ്ഞാ ധർമ്മസംഹിതം. അതുകൊണ്ട് തഥാ പ്രവർത്യതാം ഭവദ്ഭിഹി പ്രവർത്യതാം, അതുകൊണ്ട് ആ ത്രിശങ്കുവിനെ സ്വന്തം ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോവാൻ എന്താണോ ആവശ്യമുള്ളത്
ആ കർമ്മങ്ങളൊക്കെ നിങ്ങളാൽ ചെയ്താലും. അവിടെ ധാരാളം മഹർഷിമാർ വന്നിട്ടുണ്ടല്ലോ, അവരോട് പറയാണ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വളരെ വലിയൊരു യാഗക്രിയ നടത്തണം. എന്നിട്ട് നമ്മുടെ കൂടെയുള്ളവനായിട്ടുള്ള ത്രിശങ്കു എന്ന് പറഞ്ഞ മഹാരാജാവിനെ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട, മയാസഹ, ഞാൻ ചെയ്യണതിൻ്റെ ഒപ്പം ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നുണ്ട്, ഒപ്പം നിങ്ങളെല്ലാവരും ചെയ്യുകയും വേണം. എന്നിട്ട് പറയാണ് വിശ്വാമിത്ര വചസ് ശ്രുത്വ, വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ടിട്ട്, വിശ്വാമിത്രന്റെ ആ ഒരു നിർദ്ദേശം മനസ്സിലാക്കിയിട്ട്, സർവ്വ മഹർഷയ ഏവ, എല്ലാ മഹർഷിമാരും, അവിടെ കൂടിയിരുന്നവരായിട്ടുള്ള സകല മഹർഷിമാരും എന്തു ചെയ്തു? ധർമ്മജ്ഞാഹ സഹസ ധർമ്മസഹിതം സമേതാഹ ഊജുഹു. അവരെല്ലാവരും തമ്മിൽ പറയാൻ തുടങ്ങി. എന്താ അവർ പറയണത്? സഹസ, വേഗം തന്നെ, ധർമ്മജ്ഞാഹ സമേതാഹ മഹർഷയ, ധർമ്മം നന്നായി അറിയുന്നവര് കൂടിയിരിക്കുന്നവരായിട്ടുള്ള ആ ഋഷിമാരെല്ലാവരും തന്നെ ധർമ്മസഹിതം ഊജുഹു, വളരെ ധാർമ്മികതയോട് കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് ഒരുമിച്ച് എല്ലാവരും കൂടി പറഞ്ഞത്? അയം കുശികദായാദോ മുനി പരമകോപന യദാഹവചനം സമ്യഗേതത്കാര്യം ന സംശയ. ഇവിടെ പറയണ അയം കുശികദായാദ, ഇവിടെ നിൽക്കുന്ന ഈ മഹർഷി ഉണ്ടല്ലോ വിശ്വാമിത്രൻ, അദ്ദേഹം കുശികന്റെ വംശത്തിൽ പിറന്നവനാണ്. കുശികദായാദൻ, നേരത്തെ പറഞ്ഞത് ഇക്ഷ്വാകുദായാദനാണ്, ഇക്ഷ്വാകുവിന്റെ സ്വത്തിന് അവകാശിയാണ്, ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്നവനാണ്. ഇദ്ദേഹം കുശികന്റെ വംശത്തിൽ പിറന്നവനാണ്. അങ്ങനെയുള്ള വിശ്വാമിത്ര മഹർഷി പരമകോപനഹ മുനി, മഹർഷിയാണ് മുനിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം ദേഷ്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതാണ് പരമകോപനഹ, വളരെ ദേഷ്യം ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ യത് ആഹവചനം സമ്യഗേതത് കാര്യം സംശയ ന, അദ്ദേഹം എന്തൊരു കാര്യമാണോ നമ്മളോട് ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക തന്നെ ചെയ്യണം. തത്ര സംശയ ന, അതിൽ സംശയമൊന്നുമില്ല. അതായത് വിശ്വാമിത്രൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ല. വിശ്വാമിത്രൻ കാര്യങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ നടത്തുന്നവനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു യാഗം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊട്ടും വെറുതെ പറയണ വാക്കല്ല, യാഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അത് ചെയ്യിക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം മുൻശുണ്ഠിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാഗം ചെയ്ത് തീർത്ത് കൊടുക്കാം എന്ന് അവരെല്ലാവരും തമ്മിൽ പറയുകയാണ് ചെയ്യണത്. പിന്നെ വർണ്ണിക്കുകയാണ് അഗ്നികൽപ്പോ ഹി ഭഗവാൻ ശാപം ദാസ്യതിരോഷത തസ്മാത് പ്രവർത്യതാം യജ്ഞസശരീരോ യഥാ ദിവി ഗച്ഛേദിക്ഷ്വാകുദായാദോ വിശ്വാമിത്രസ്യ തേജസ. ഇതോടുകൂടിയിട്ട് 7ാമത്തെ ശ്ലോകം തീരാണ്. ഇവിടെ പറയാണ് അഗ്നികൽപ്പോ ഹി ഭഗവാൻ, ഭഗവാൻ വിശ്വാമിത്ര അഗ്നികൽപ്പ, ഭഗവാൻ വിശ്വാമിത്രൻ അഗ്നിക്ക് തുല്യനാണ്. കൽപ്പഹ എന്നുള്ളതിന് സദൃശഹ എന്നർത്ഥം. അദ്ദേഹം അഗ്നി തുല്യനാണ്. അതുകൊണ്ട് തന്നെ രോഷതഃ ശാപം ദാസ്യതി, ദേഷ്യം വന്നാൽ ചിലപ്പോൾ ശപിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട, നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, ദേഷ്യപ്പെടുത്തുമൊന്നും വേണ്ട. പറഞ്ഞ പ്രകാരം എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് യാഗം ചെയ്യുന്നതാണ് നല്ലത്. തസ്മാത് പ്രവർത്യതാം യജ്ഞ, അതുകൊണ്ട് യജ്ഞം പ്രവർത്തിക്കുമാറാകട്ടെ, യജ്ഞം ഭംഗിയായിട്ട് ആരംഭിക്കട്ടെ, എല്ലാവരും യജ്ഞം ചെയ്യൂ. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട്? സശരീരഃ ഇക്ഷ്വാകുദായാദഃ യഥാ ദിവി ഗച്ഛേത്, ശരീരത്തോടു കൂടിയിട്ട് ദിവി, ആകാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എങ്ങനെ ആയാലാണോ ഇക്ഷ്വാകുദായാദനായിട്ടുള്ള ത്രിശങ്കു പ്രാപിക്കുന്നത്, എങ്ങനെ? വിശ്വാമിത്രസ്യ തേജസ, വിശ്വാമിത്രന്റെ തേജസ്സോട് കൂടിയിട്ട് എങ്ങനെ ചെയ്താലാണോ ത്രിശങ്കു സ്വർഗത്തിലേക്ക് എത്തുക, അപ്രകാരം യാഗകർമ്മം വളരെ വിസ്തരിച്ച് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ഇവർ തമ്മിൽ അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാര് തമ്മിൽ സംസാരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഭംഗിയായിട്ട്, ഇദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിനൊന്നും പാത്രീഭവിക്കേണ്ട, വളരെ ഭംഗിയായിട്ട് യജ്ഞം ചെയ്യാം. അങ്ങനെ ത്രിശങ്കു തൻ്റെ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കോട്ടെ എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തപോബലഹതാൻ ജ്ഞാത്വാ വാസിഷ്ഠാൻ സമഹോദയാൻ ഋഷിമധ്യേ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത അയമിക്ഷ്വാകുദായാദസ്ത്രിശങ്കുരിതി വിശ്രുത ധർമ്മിഷ്ഠശ്ച വദാന്യശ്ച മാം ചൈവ ശരണം ഗത സ്വേനാനേന ശരീരേണ ദേവലോകജിഗീഷയാ യഥായം സ്വശരീരേണ ദേവലോകം ഗമിഷ്യതി
തഥാ പ്രവർത്യതാം യജ്ഞോ ഭവദ്ഭിശ്ച മയാ സഹ വിശ്വാമിത്രവച ശ്രുത്വാ സർവ ഏവ മഹർഷയ ഊജുസമേതാഃ സഹസാ ധർമ്മജ്ഞാ ധർമ്മസംഹിതം അയം കുശികദായാദോ മുനിഃ പരമകോപന യദാഹവചനം സമ്യഗേതത്കാര്യം ന സംശയ അഗ്നികൽപ്പോ ഹി ഭഗവാൻ ശാപം ദാസ്യതി രോഷത തസ്മാത് പ്രവർത്യതാം യജ്ഞസ്സ ശരീരോ യഥാ ദിവി ഗച്ഛേദിക്ഷ്വാകുദായാദോ വിശ്വാമിത്രസ്യ തേജസ. അങ്ങനെ എല്ലാ ഋഷിമാരും കൂടിയിട്ട് യാഗം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.